മുഴുവനും അല്ലാഹു ഹറാമാക്കിയിട്ട് നിനക്ക് പണിഷ്മെന്റ് തരുന്നതാണ്. അതുകൊണ്ട് അല്ലാഹ് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും വിനയത്തോടെ സേവനം ചെയ്യാനുമുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമയുള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം വളരെ വലുതാണ്. സഹനമുള്ളവർക്ക് അല്ലാഹു ചേർത്ത് പിടിക്കുന്നത് വല്ലാത്ത കൂട്ടാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളെ മുറുകെ പിടിക്കണം. അത് ബറക്കത്തുള്ള വിശ്വാസിക്ക് അല്ലാഹു കൊടുക്കുന്ന കൂട്ടിരിപ്പുകാരാണ്. അല്ലാഹു തന്ന മക്കളിൽ ബറക്കത്തുണ്ടെങ്കിൽ നിങ്ങൾ മരണപ്പെടുമ്പോ ആ മരണത്തിന് ശേഷമുള്ള ജീവിതം നിങ്ങൾക്ക് ധന്യമാകും. തിരുവനന്തപുരം ജില്ലയുടെ ചിറയൻകീഴ് എന്റെ നാട്ടിലാണ് ഒരു പ്രിയപ്പെട്ട സഹോദരൻ. അദ്ദേഹത്തിന്റെ ആദ്യ പേര് സുവർണൻ എന്നായിരുന്നു. ആ സഹോദരൻ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. ആ സഹോദരൻ മക്കളോട് പറഞ്ഞിരുന്നു, ഞാൻ മരണപ്പെട്ടാൽ സാധാരണ മുസൽമാൻ മരിക്കുമ്പോ ചെയ്യുന്ന പോലെ ചെയ്ത് എന്നെ അടക്കണമെന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു. ഈമാനിന്റെ പ്രഭയോടെ ആ സഹോദരന്റെ ചിത്രം ഫോട്ടോ കണ്ടപ്പോ ഞെട്ടിത്തരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ആരോടും പറയാതെ ആരും ശ്രദ്ധിക്കാതെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിരുന്ന, മതപ്രഭാഷണങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന, ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് തിരികൊളുക്കുമ്പോ അത് പിടിക്കാൻ കൂടെ ഉണ്ടായിരുന്ന സഹോദരനായിരുന്നു. പക്ഷെ അല്ലാഹു എവിടെയോ ഒരു ബറക്കത്തിന്റെ പ്രാർത്ഥന ആ മനുഷ്യന് കിട്ടിയപ്പോ, ആ മനുഷ്യൻ ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായപ്പോ, ഇന്ന് മുസ്ലിമായി മരണപ്പെട്ടു എന്ന് മാത്രമല്ല, ഇസ്ലാമിക നിയമപ്രകാരമുള്ള കബറടക്കമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഓരോരുത്തരും ചിന്തിക്കണം, അല്ലാഹുവേ നമ്മളും മരിക്കേണ്ടവരല്ലേ? കരുണക്കടലായ അല്ലാഹ്, ഈമാനോടുകൂടിയുള്ള ഒരു ബറക്കത്തുള്ള മരണം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്ത്. മഹാന്മാരെ മുഴുവനും ചൊല്ലിയിരുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്ത്. മരണത്തിലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് എന്നത്. ഒരുപാട് നീട്ടുന്നില്ല, സമയം വൈകി. ദുആയിലേക്ക് കടക്കാം.